ഹലോ എവ്രി വൺ, വെൽക്കം ടു സെൻട്രൽ ഗവൺമെൻറ് ജോബ് അപ്ഡേറ്റ്സ്. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേജർ ആയിട്ടുള്ള ഒരു എക്സാമിനേഷനാണ് UPSC നടത്തുന്ന സിവിൽ സർവീസ് എക്സാമിനേഷൻ. അപ്പോൾ അതിൻ്റെ 2025 നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുന്നവരാണ്, UPSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അത് മനസ്സിലാക്കി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഉറപ്പുണ്ടെങ്കിൽ മാത്രം, നിങ്ങൾക്ക് പഠിച്ചു എന്ന് ഉറപ്പുള്ളവർ മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ, 6 അറ്റംപ്റ്റ് ആണ് നിങ്ങൾക്ക് ജനറൽ കാൻഡിഡേറ്റ്സിനുള്ളത്. അപ്പോൾ വെറുതെ അറ്റംപ്റ്റ് കളയാണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചിട്ട് ട്രൈ ചെയ്യാനുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമിനേഷനാണ് UPSC. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഓൾ ഇന്ത്യ സർവീസസിലേക്കാണ്, ഏറ്റവും ഹയസ്റ്റ് അതോറിറ്റിയിലേക്കാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്, സെലക്ഷൻ വരുന്ന ഗ്രൂപ്പ് A ആൻഡ് ഗ്രൂപ്പ് B പോസ്റ്റിലേക്കാണ് നിങ്ങൾക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് വരാറുള്ളത്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഹാസ് റിലീസ് ദ നോട്ടിഫിക്കേഷൻ ഫോർ ദ സിവിൽ സർവീസ് എക്സാം ആൻഡ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എക്സാം ഫോർ ദ ഇയർ 2025 ഓൺ 22 ജനുവരി. ഈ 22 ജനുവരിക്കാണ് എന്ത് ചെയ്തത്, ഈ ഒരു പറയുന്ന UPSCയുടെ CSE എക്സാമിനേഷൻ, സിവിൽ സർവീസ് എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വിളിച്ചിട്ടുള്ളത് സിവിൽ സർവീസ് എക്സാം എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് എന്തൊക്കെയുണ്ട്, IAS ഉണ്ട്, IPS ഉണ്ട്, IRS ഉണ്ട്, IFS ഇന്ത്യൻ ഫോറിൻ സർവീസ് വരെ എന്തിലുണ്ട്, അതിൻ്റെ അകത്താണ് വരുന്നത്. ഈ CSE എക്സാമിനാണ് വരുന്നത്. പക്ഷേ അവരിപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിന് സെപ്പറേറ്റ് വേക്കൻസി കൊടുത്ത് വിളിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക. ഫോറസ്റ്റ് സർവീസിൽ എന്താണ്, സെയിം എക്സാമിനേഷൻ ആണ്, പ്രിലിംസ് എല്ലാം സെയിം ആണ്. പക്ഷെ ഫോറസ്റ്റ് സർവീസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മെയിൻസ് നടത്തുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും, സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡേറ്റ് കൊടുത്തിട്ടായിരിക്കും മെയിൻസ് നടത്തുന്നത്. ആ ഒരു കാര്യം കൃത്യമായി ശ്രദ്ധിച്ചു കൊള്ളുക. അപ്പോൾ എക്സാം വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 22 ജനുവരി തൊട്ട് ഫെബ്രുവരി 11 വരെ ആണ് കേട്ടോ. 11 ഫെബ്രുവരിയാണ് നിങ്ങൾക്ക് ഡേറ്റ് ഉള്ളത്. 22 ജനുവരി മുതൽ 11 ഫെബ്രുവരി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. UPSC CSE ആപ്ലിക്കേഷൻ എഡിറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 12 to 18 ഫെബ്രുവരിയാണ് എഡിറ്റിംഗ് ഡേറ്റ്. അത് എന്തെങ്കിലും മിസ്റ്റേക്സ് എന്തെങ്കിലും വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എഡിറ്റ് അല്ലെങ്കിൽ കറക്ഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന ടൈം എന്ന് പറയുന്നത് ഫെബ്രുവരി 12-നും 18-നും ഇടയിലാണ് കേട്ടോ. ഇനി അടുത്ത പ്രിലിംസിൻ്റെ എക്സാം ഡേറ്റും അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നിങ്ങൾ പ്രിലിംസ് എഴുതാൻ റെഡി ആയി എന്നുണ്ടെങ്കിൽ, കാരണം ഇതിനു വേണ്ടിയായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ഓഡിയൻസ് ഉണ്ടല്ലോ, അപ്പോൾ അവർ അത് പ്രിപ്പയർ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ പ്രിലിംസ് ആണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സാം എന്ന് അറിയണം എന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ ഇത് അറ്റംപ്റ്റിൻ്റെ കാര്യം ബേസിക്കലി ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, വെറുതെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ ആദ്യമേ പറയാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ UPSCയുടെ പ്രിലിംസ് ഡേറ്റ് വരുന്നത് 25 മെയ് 2025 മെയ് 25-നാണ് ഡേറ്റ് വരുന്നത് കേട്ടോ. പ്രിലിംസിൻ്റെ ഡേറ്റ് വരുന്നത് മെയ്യിലാണ്. സിംഗിൾ ഡേ എക്സാമിനേഷൻ ആണ്. ഇപ്പോൾ എവിടെ സെൻറ്റേഴ്സ് ഉണ്ടെങ്കിലും അതെന്തായിരിക്കും, ഒരൊറ്റ സിംഗിൾ ഡേയിലായിരിക്കും അത് സെൻറ്റേഴ്സ്. പ്രിലിംസിൻ്റെ എക്സാം സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്കിവിടെ ഉണ്ട്, തിരുവനന്തപുരത്തുണ്ട്, കൊച്ചിയുണ്ട്, അതുപോലെ കോഴിക്കോടും ഉണ്ട്. 3 സെൻറ്റേഴ്സാണ് കേരളത്തിൽ അലോട്ട് ചെയ്തിരിക്കുന്നത്. മെയിൻസ് എക്സാമിനേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചെന്നൈ, കൊൽക്കത്ത, മുംബൈ, ഡൽഹി ആ ഒരു സോണിൽ പോയി എഴുതേണ്ടി വരും. ആ ഒരു കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക. നമുക്ക് പ്രിലിംസിന് എവിടെയുണ്ട്, കേരളയിൽ 3 സെൻറ്റേഴ്സ് ഉണ്ടെന്നുള്ളൊരു കാര്യം കൃത്യമായി ശ്രദ്ധിച്ചുകൊള്ളുക. ഇനി അടുത്ത് UPSCയുടെ CSE മെയിൻസ് എക്സാം, ഇതിൻ്റെ തന്നെ മെയിൻസ് ഡേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ കോമൺ സർവീസ്, നമ്മുടെ സിവിൽ സർവീസ് എക്സാംസിലെ കോമൺ എക്സാംസുകൾക്കുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 22 ഓഗസ്റ്റ് 2025 മെയിൻസ് നടക്കുന്നത് ഓഗസ്റ്റിലാണ്, 22 ഓഗസ്റ്റിലാണ്. മെയ്യിൽ പ്രിലിംസും ഓഗസ്റ്റിൽ മെയിൻസും ആണ് നടക്കുന്നത് എന്ന കാര്യം ആലോചിക്കുക. ഇനി IFS ശരിക്കും ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. UPSCയുടെ IFS മെയിൻസ് എക്സാം നടക്കുന്നത് 16 നവംബറാണ്. അത് സെപ്പറേറ്റ്, കാരണം ഈ പറയുന്ന പ്രിലിംസിൽ വരുന്ന കട്ട് ഓഫ് അനുസരിച്ചിട്ടാണ്, ഓരോ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഓരോ പോസ്റ്റിലേക്ക് നിങ്ങളുടെ സെലക്ഷൻ വരുന്നത്. ഫോറസ്റ്റ് സർവീസ് ആകുമ്പോൾ കുറച്ചും കൂടെ മാർക്ക് അഡീഷണൽ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ മെയിൻസ് എഴുതാനായിട്ട് പറ്റും കേട്ടോ. അതാണ് പറയുന്നത്. അപ്പോൾ IFSന് 16 നവംബറിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അവർ ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒരു ഡിഗ്രി കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ഇയർ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ഇപ്പോൾ അതിൻ്റെ ഇൻ്റർവ്യൂ ടൈം, കാരണം ഇതിൻ്റെ സ്റ്റേജസ് ഓഫ് എക്സാമിനേഷൻ ഉണ്ട്, പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ. അപ്പോൾ ഇൻ്റർവ്യൂ സമയത്ത് നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ കാണും. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കഴിയണം എന്നുള്ള ഉറപ്പുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊവിഷനെങ്കിലും കാണിക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഡിഗ്രിയാണ് എന്താണ് ഒരു ബേസിക് എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിൽ. ടോട്ടൽ വാക്കൻസീസ് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്ക് UPSCയിൽ വിളിച്ചിട്ടുള്ള വാക്കൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോട്ടൽ ഓഫ് 1129 വാക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. 1129 വാക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. അതിൽ എത്രയാണ് ഈ പറയുന്ന 150 വാക്കൻസി ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിന് വേണ്ടി പോയിരിക്കുകയാണ്.
ഓക്കെ. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൽ 180 വാക്കൻസിയും സിവിൽ സർവീസ് എക്സാമിനേഷന് 979 വേക്കൻസിയാണ് കേട്ടോ. ഏകദേശം 1000 അടുപ്പിച്ച് 979 വാക്കൻസീസ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്, ഈ പറയുന്ന നമ്മുടെ സിവിൽ സർവീസ് എക്സാമിനേഷന് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിനകത്താണ് ഏതൊക്കെ വരുന്നത്? IAS, IPS, IRS, IFS, ഇന്ത്യൻ ഫോറിൻ സർവീസ് പോലുള്ള എല്ലാ കാര്യങ്ങളും, ഗ്രൂപ്പ് A, B പോസ്റ്റ് എല്ലാം വരുന്നത് ഈ CSEയിലാണ്, സിവിൽ സർവീസ് എക്സാമിനാണ്. അപ്പോൾ അതൊന്നും ആലോചിക്കുക വേണ്ട. ഈ ഫോറസ്റ്റിന് മാത്രം സെപ്പറേറ്റ് 180 വാക്കൻസി കൊടുത്ത് വിളിച്ചു എന്നേ ഉള്ളൂ. സെലക്ഷൻ പ്രോസസ്സ് നമ്മൾ പറഞ്ഞതുപോലെയാണ്. CSEയുടെ ഒരു പ്രിലിംസ് കാണും മെയ്യിൽ, മെയിൻസ് കാണും ഓഗസ്റ്റിൽ, അത് കഴിഞ്ഞ് CSEയുടെ ഇൻ്റർവ്യൂ കാണും. അത് ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല ഡേറ്റ് എന്നാണെന്ന്. ഏകദേശം ഇതെല്ലാം മെയിൻസ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും എന്തായാലും ഉണ്ടാകുന്നത്. ഒരു നവംബർ ഡിസംബർ ടൈം ആകുമ്പോഴേക്കും അത് റിലീസ് ആവുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യം ആലോചിക്കുക. ഇനി ഈ പറയുന്ന പോലെ തന്നെ ചെക്ക് CSE സർവീസസ്, സിവിൽ സർവീസ് സർവീസസ് ഏതൊക്കെയാണെന്ന് അവരെടുത്ത് കൊടുത്തിരിക്കുകയാണ്. ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് IAS, ഇന്ത്യൻ ഫോറിൻ സർവീസ് IFS, ഇന്ത്യൻ പോലീസ് സർവീസ് IPS, പിന്നെ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസസ് ഗ്രൂപ്പ് A പോസ്റ്റ് ആണ്, സിവിൽ അക്കൗണ്ട് സർവീസ് ഗ്രൂപ്പ് A പോസ്റ്റ് ആണ്, കോർപ്പറേറ്റ് ലോ സർവീസ് ഗ്രൂപ്പ് A പോസ്റ്റ് ആണ്, ഡിഫൻഡ് അക്കൗണ്ട് സർവീസ് ഗ്രൂപ്പ് A പോസ്റ്റ് ആണ്. ഇതുപോലെ ഇൻഫർമേഷൻ സർവീസ് ഉണ്ട്, പോസ്റ്റൽ സർവീസ് ഉണ്ട്, അക്കൗണ്ട് ആൻഡ് ഫിനാൻസ് സർവീസ് ഉണ്ട്, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് സർവീസ് ഉണ്ട്, ഇന്ത്യൻ റവന്യൂ സർവീസ് ഉണ്ട്, ഇന്ത്യൻ ട്രേഡ് സർവീസ് ഉണ്ട്. ഇതെല്ലാം A പോസ്റ്റുകളാണ്. പിന്നെ B പോസ്റ്റ് ആയിട്ട് വരുന്നത് ഏകദേശം ഡൽഹി ആൻഡമാൻ, നമ്മുടെ യൂണിയൻ ടെറിട്ടറിയിലൊക്കെ എന്താണ് സിവിൽ സർവീസ് പോസ്റ്റ് ആയിട്ട് ഡൽഹി, ആൻഡമാൻ ആൻഡ് നിക്കോബാർ, ലക്ഷദ്വീപ്, ദാമൻ ആൻഡ് ഡ്യൂ, ദാദ്ര ആൻഡ് നഗർ ഹവേലി സിവിൽ സർവീസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പോലീസ് സർവീസ് കൊടുത്തിട്ടുണ്ട്, പോണ്ടിച്ചേരി സിവിൽ സർവീസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ യൂണിയൻ ടെറിട്ടറി ബേസ് ചെയ്തിട്ടാണ് ആ ഒരു B പോസ്റ്റുകൾ വരുന്നത്. ബാക്കിയെല്ലാം A പോസ്റ്റുകളാണ്. അതെല്ലാം എന്താണ് നമുക്ക് എവിടെ വേണോ കിട്ടാം. ഓൾ ഇന്ത്യ വേക്കൻസി ആണ് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ആലോചിക്കുക. ഇനി ഏജ് ലിമിറ്റ് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആസ്പിറൻസ് ഏജ് മസ്റ്റ് ബി ബിറ്റ്വീൻ 21 and 32. 21 വയസ്സിനും 32 വയസ്സിനും ഇടയിലുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പേർക്കും അപ്ലൈ ചെയ്യാം. പക്ഷേ 1 August 2025 ആണ് നമ്മുടെ ഇവിടുത്തെ എന്തെന്ന് പറയുന്നത് ഒരു ഡെഡ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ 1 August 2025 നിങ്ങൾക്ക് എത്ര വയസ്സായിരിക്കണം? 21നും 35നും ഇടയിൽ, 32നും ഇടയിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ OBCക്ക് ആണെങ്കിൽ 3 വർഷത്തിൻ്റെ റിലാക്സേഷൻ ഉണ്ട്. അതായത് 32 + 3 35 വയസ്സ് വരെ എഴുതാം. അത് കഴിഞ്ഞ് SC STക്ക് ആണെങ്കിൽ 5 വർഷം അഡീഷണൽ, 32 + വീണ്ടും 5 37 വയസ്സ് വരെ എഴുതാൻ പറ്റും. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്, ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ളവരാണെങ്കിൽ അവർക്ക് 10 വർഷം വരെ എഴുതാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ആപ്ലിക്കേഷൻ ഫീസാണ്. ആപ്ലിക്കേഷൻ ഫീസ് വളരെ കുറവ് ഫീസാണ് ബാക്കിയുള്ള എക്സാംസുകൾ വെച്ച് നോക്കിയാൽ. കാൻഡിഡേറ്റ്സ് ആർ റിക്വയർഡ് ടു പേ എ ഫീ ഓഫ് ₹100 ആണ്. 100 രൂപയാണ് ചോദിക്കുന്നത്. ഓൺലൈൻ പ്രോസസ്സാണ് കേട്ടോ. എക്സാം നടക്കുന്നത് ഓഫ്ലൈൻ ആയിട്ടാണെങ്കിലും നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ് കൊടുക്കുന്നത്. നിങ്ങൾ ഫീസൊക്കെ അടയ്ക്കേണ്ടതും അപ്ലൈ ചെയ്യേണ്ടതും എല്ലാം നമ്മൾ ഈ പറയുന്ന ഓൺലൈൻ പ്രോസസ്സാണ്. upsc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇത് വന്ന് കിടക്കും. അപ്ലൈ ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ upsc.gov.in കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് നിങ്ങളുടെ എഡ്യൂക്കേഷനോ ക്വാളിഫൈ ചെയ്യാം. അല്ല, ഇപ്പോൾ നിങ്ങൾ UPSC എന്ന് പറയുമ്പോൾ ഒരു പുതിയ, ഇപ്പോൾ SSC ഒക്കെ പോലെ തന്നെ ഒരു പുതിയ സൈറ്റാണ്. അപ്പോൾ അതിൽ കയറി നിങ്ങൾ ഫസ്റ്റ് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. നിങ്ങൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ ഇതിന് വേണ്ടിയായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും എല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഫില്ല് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ഓൾറെഡി ഫില്ല് ചെയ്തവരാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ പ്രൊസീജിയേഴ്സൊക്കെ കൃത്യമായിട്ട് തന്നെ ചെയ്ത് പോയാൽ മതി കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഫീസ് ജനറൽ ആൻഡ് OBC EWS കാൻഡിഡേറ്റ്സിനൊക്കെ 100 രൂപയാണ്. അതേസമയം നോ ഫീസാണ്. ഫീസ് ഇല്ലാത്ത ആർക്കൊക്കെയാണ്? ഫീമെയിലിന്, SC ST, അതുപോലെ തന്നെ PWD കാൻഡിഡേറ്റ്സിന്, നമ്മുടെ ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിനുമാണ്. ഏതൊക്കെ ഇല്ലാത്തത്? ഫീസ് ഇല്ലാത്ത ആൾക്കാരാണ് ഫീമെയിൽ, SC ST, PWD കാൻഡിഡേറ്റ്. ബാക്കി എല്ലാവരും എന്ത് കൊടുക്കണം? ഫീസ് കൊടുക്കണം കേട്ടോ. ഇനി അടുത്ത പ്രിലിംസ് എക്സാമിൻ്റെ പാറ്റേൺ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തരാം. നമുക്ക് വരുന്നത് നമ്മൾ ഓൺലൈൻ വഴിയാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. പക്ഷേ എക്സാം നടക്കുന്നത് ഓഫ്ലൈൻ ആയിട്ടാണ്. നമ്മുടെ PSC ഒക്കെ നടക്കുന്നത് ഓഫ്ലൈൻ ആയിട്ടാണ് നടക്കുന്നത്. OMR ഷീറ്റിലായിരിക്കും നമുക്ക് വരുന്നത് കേട്ടോ പ്രിലിംസ് വരുന്നത്. OMRൽ നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പൂരിപ്പിക്കുക എന്നുള്ളൊരു സംഭവം പോലെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്പർ ഓഫ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2 പേപ്പറാണുള്ളത്. 2 സെഷനായിട്ടാണ് വരുന്നത്. രാവിലെയും ഉച്ചയ്ക്കും എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇടയ്ക്ക് ബ്രേക്ക് ഉണ്ട് നിങ്ങൾക്ക്. അപ്പോൾ 2 പേപ്പറാണ് വരുന്നത്. ഫസ്റ്റ് രാവിലത്തെ പേപ്പർ രാവിലെ കംപ്ലീറ്റ് ചെയ്യും. രണ്ടാമത്തെ പേപ്പർ ഉച്ചയ്ക്കാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 പേപ്പറുണ്ട്. ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ലാംഗ്വേജിലാണ് നിങ്ങൾക്ക് ലാംഗ്വേജ് ഓഫ് പേപ്പർ കിട്ടുന്നത്. ഡ്യൂറേഷൻ ഓഫ് എക്സാം എന്ന് പറയുന്നത് 4 മണിക്കൂറാണ്. അതായത് 2 മണിക്കൂർ രാവിലെ, 2 മണിക്കൂർ ഉച്ചയ്ക്ക് ശേഷം, 2 to 4, അതുപോലെ തന്നെ രാവിലെ 9 to 11 എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. രാവിലെയൊക്കെ എത്താൻ പറയും. 9 to 11 വരെ നിങ്ങൾ ഫസ്റ്റ് സെഷൻ അറ്റൻഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം 2 to 4 ആയിരിക്കും പിന്നെ അടുത്ത എക്സാം വരുന്നത്. അപ്പോൾ ഒരു ദിവസം നമ്മൾ അതിന് വേണ്ടിയായിട്ട്
ഇൻവെസ്റ്റ് ചെയ്യണം. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ പേപ്പർ വരുന്നത് ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 എന്ന് പറയുന്ന ഒരു പേപ്പറും അതുപോലെ ജനറൽ സ്റ്റഡീസ് പേപ്പർ CSAT എന്ന് പറയുന്ന പേപ്പറും ഉണ്ട്. ഓക്കെ, CSAT എന്ന് പറയുന്ന ജനറൽ സ്റ്റഡീസ് പേപ്പർ 2ആണ്. ഇത് രണ്ടും കൂടെ വന്നിട്ട് നമുക്ക് എത്രയാണ്? 200 മാർക്ക് വീതമാണ്. 200 മാർക്ക് ഫസ്റ്റ് പേപ്പറിലും 200 മാർക്ക് സെക്കൻഡ് പേപ്പറിലും. അതിൻ്റെ മാർക്ക് എഡീഷൻ ഡിഫറെൻ്റ് ആണ്. 100-ന് ഇത് 2 മാർക്ക്, ഇതിന് ഏകദേശം 1 പോയിന്റ് സംതിങ് മാർക്കും കൂടെ ആഡപ്പ് ചെയ്തിട്ടാണ് അതിന് മാർക്കൊക്കെ വരുന്നത് കേട്ടോ. ഓക്കെ, അതങ്ങനെ ശ്രദ്ധിക്കുക. ഇനി അടുത്തിവിടെ മാർക്ക് കൺസിഡേർഡ് ഫോർ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ 400 മാർക്കിനാണ്. 400 മാർക്കാണ്. 200 വെച്ച് 400 മാർക്കാണ്. പക്ഷേ ഇതിൽ നമ്മൾ മാർക്ക് കൺസിഡർ ചെയ്യുന്ന ഏതാണ്? ഫസ്റ്റ് സെഷനാണ്. ഈ ജനറൽ സ്റ്റഡീസ് പേപ്പർ 1ലാണ്. രണ്ടാമത്തെ പേപ്പർ എന്താണ്? ക്വാളിഫയിങ് ഇൻ നേച്ചർ ആണ്. ഈ CSAT എന്ന് പറയുന്നത് ക്വാളിഫയിങ് ആണ്. ഇത് ക്വാളിഫൈ ചെയ്താൽ മതി. ക്വാളിഫൈ എത്ര ചെയ്യണം? 33% ചെയ്യണം. അതായത് ടോട്ടൽ മാർക്കിൻ്റെ 200-ന്റെ 33% നിങ്ങൾ എന്ത് ചെയ്യണം? വാങ്ങിക്കണം. ഏകദേശം 66 സംതിങ് ആ ഒരു രീതിയിൽ എങ്ങനെയാണോ വരുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 200-ന്റെ 33% നിങ്ങൾ എന്ത് ചെയ്യണം? മേടിക്കണം. ഇവിടെ എന്താണ്? ഇപ്പം 200-ന് നിങ്ങൾ എത്രയാണ്? 160 മേടിച്ചെന്ന് വിചാരിച്ചോ ഫസ്റ്റ് പേപ്പറിന്. പക്ഷേ ഇതിന് നിങ്ങൾക്ക് എത്ര കിട്ടിയോളൂ? 200-ന് 50 കിട്ടിയോളൂ എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ 40 കിട്ടിയോളൂ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെന്ത് ചെയ്യും? നിങ്ങൾ ഓൾറെഡി ഇത് ക്വാളിഫയിങ് അല്ല, അപ്പോൾ നിങ്ങൾ ഈ മാർക്ക് എടുക്കത്തില്ല. അപ്പോൾ ഇത് ക്വാളിഫയിങ് ആവണം എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഈ മാർക്ക് ആഡപ്പ് ചെയ്യുള്ളൂ. ഇതാണ് ഫൈനൽ മെറിറ്റിലേക്ക്, നിങ്ങൾ മെയിൻസിലേക്ക് കടക്കുമെന്ന് നിർണ്ണയിക്കുന്ന ഏതാണ്? ഇതിൻ്റെ മാർക്കാണ്, നമ്മുടെ ഫസ്റ്റ് പേപ്പറിൻ്റെ മാർക്കാണ്. അതൊന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ നമ്മൾ അതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പക്ഷേ ഇതെന്ത് ചെയ്യണം? ക്വാളിഫയിങ് ആവണം. ഏകദേശം ഇപ്പം എല്ലാവരും ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഈ പേപ്പർ ക്വാളിഫൈ ആവുമെന്ന് പറഞ്ഞ് വിടുന്നുണ്ട്. പക്ഷെ അത് ചെയ്യരുത്, മണ്ടത്തരമാണ്. രണ്ടും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ചെയ്യുക. ഈ പേപ്പർ മാത്രം കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ എന്താണ് ഒരു മിസ്റ്റേക്സും വരുത്താതെ മാക്സിമം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇപ്പോൾ IAS-ൻ്റെ പ്രിലിമിനറി എക്സാമിനേഷൻ, IAS അല്ല ശരിക്കും ഈ CSE-യുടെ പ്രിലിമിനറി എക്സാമിനേഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ സ്റ്റഡീസ് ആണ് ഫസ്റ്റ് പേപ്പർ. നമ്മുടെ ഹിസ്റ്ററി, ജിയോഗ്രഫി, ഇതിൻ്റെ ഓരോ സാധനങ്ങളുണ്ട്. വേൾഡ് ഹിസ്റ്ററി, പൊളിറ്റി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കണം. ജനറൽ സ്റ്റഡീസിൽ വരുന്ന എല്ലാ സബ്ജക്ട്സും പഠിക്കണം. അത് കഴിഞ്ഞ് സിവിൽ സർവീസിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് CSAT എന്ന് പറയുന്നത്. സിവിൽ സർവീസിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ഏകദേശം നിങ്ങളുടെ മെൻ്റൽ എബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്യുന്ന ഒരു ടൈപ്പ് ടെസ്റ്റ് ആണ് അത് വരുന്നത്. അത് കഴിഞ്ഞ് ബോത്ത് ദ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വിൽ ബി ഓഫ് ദ ഒബ്ജക്റ്റീവ് ടൈപ്പ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഡ്യൂറേഷൻ ഓഫ് ദ എക്സാം എന്ന് പറയുന്നത് 2 മണിക്കൂർ എക്സാമിനേഷൻ ആണ് വരുന്നത്. അതിൽ പേപ്പർ 2 എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും കണ്ടോ? ക്വാളിഫയിങ് പേപ്പർ വിത്ത് മിനിമം ക്വാളിഫയിങ് മാർക്സ് ഫിക്സഡ് ആയിട്ട് 33% നിങ്ങൾ എന്ത് ചെയ്യണം? വാങ്ങിച്ചിരിക്കണം എന്നുള്ളൊരു മിനിമം കണ്ടീഷൻ അവിടെ പറയുന്നുണ്ട്. ഇനി പ്രിലിംസ് കൺസിഡർ 2 പേപ്പേഴ്സ് ഓഫ് 200 മാർക്സ് ഈച്ച്. മാർക്ക് 2 പേപ്പർ ഉണ്ടെങ്കിൽ അത് 200 മാർക്ക് വെച്ചിട്ടാണ്. എത്ര ക്വസ്റ്റ്യൻ എന്ന് പറയുന്നില്ല, 200 മാർക്ക് വെച്ചാണെന്ന് പറയുന്നുണ്ട്. ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് ആണ് പേപ്പർ മീഡിയം. പിന്നെ എന്താണ്? ഹവ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ഇംഗ്ലീഷ് ലാംഗ്വേജ് കോമ്പറ്റൻസ് സ്കിൽസ് വുഡ് ബി പ്രൊവൈഡ് ഓൺലി ഇൻ ഇംഗ്ലീഷ്. പിന്നെ ഇംഗ്ലീഷ് ഉണ്ട് കേട്ടോ ഇതിനകത്ത്, ക്വസ്റ്റ്യൻസിൽ ഇംഗ്ലീഷ് ഉണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലെ കാര്യം, ഇപ്പോൾ ഹിന്ദി ചൂസ് ചെയ്താലും നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഇംഗ്ലീഷിൽ തന്നെ കിട്ടുമെന്നാണ് പറയുന്നത്. ഇനി അടുത്ത കാൻഡിഡേറ്റ് വുഡ് ബി അലൗഡ് ആൻ എക്സ്ട്രാ 20 മിനിറ്റ്സ്. 20 മിനിറ്റ് ആർക്കാണ്? ഈ ബ്ലൈൻഡ് ടൈം ഫോർ ഈച്ച് പേപ്പർ. ബ്ലൈൻഡ് കാൻഡിഡേറ്റ്സ് ആണ് കേട്ടോ, ഇവിടെ ഉണ്ടായിരുന്നു, അത് മിസ്റ്റേക്കാണ്. ബ്ലൈൻഡ് കാൻഡിഡേറ്റ്സിനും ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്? PWD കാൻഡിഡേറ്റ്സിൽ ബ്ലൈൻഡ് കാൻഡിഡേറ്റ്സിന് എന്തുണ്ട്? എക്സ്ട്രാ 20 മിനിറ്റ്സ് അവർ അലോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ മണിക്കൂർ എന്ന് പറയുന്നത് 2 മണിക്കൂർ ഈച്ചാണ്. 2 മണിക്കൂർ ഇപ്പോൾ എന്താണ്? 20 മിനിറ്റ് അവരെന്ത് ചെയ്യും? അഡീഷണൽ കൊടുക്കും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഇതാണ് എക്സാമിൻ്റെ പ്രിലിംസ് കണ്ടീഷൻ എന്ന് പറയാം. അപ്പോൾ പ്രിലിംസ് ക്വാളിഫൈ ആവാനുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതിനനുസരിച്ച് നിങ്ങൾക്കറിയാം സാധാ ഒരു എക്സാം പോലെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ എല്ലാ ബേസിസും കൃത്യമായി മനസ്സിലാക്കിയിട്ട് തന്നെ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതൊരു ജനറൽ അവയർനെസ് പോലെ നിങ്ങൾക്ക് തന്നതാണ്. ഇങ്ങനെ ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നതുകൊണ്ട് നമ്മളിത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. അപ്പോൾ അത് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? താഴെ നമ്മൾ PDF ഷെയർ ചെയ്തിരിക്കാം. അതിൽ കയറി ഒന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ഡീറ്റെയിൽസ് അധികമായിട്ട് അറിയണമെങ്കിൽ അപ്ലൈ ചെയ്യുന്ന സൈറ്റ് എന്ന് പറയുന്നത് upsc.gov.in ആണ്. കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കി പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാ പേർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.